പുതിയ തലമുറ അവരോട് ഒരു സന്ദേശം പറയാൻ പറഞ്ഞാൽ എന്ത് സന്ദേശം കൊടുക്കുന്നേ? ഒരു സന്ദേശം നൽകാൻ പറഞ്ഞാൽ സന്ദേശം എന്ന് പറയാൻ ഇപ്പോൾ എന്ത് പറയാം, എല്ലാവർക്കും ജോലി ചെയ്യാൻ മടിയാണ്. നമ്മളെ ഈ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ജോലി ഉണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ ജോലി ചെയ്യാൻ മടിയാണ്. അതായത് പുതുതലമുറയിലുള്ള തലമുറയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചുമ്മാ ഇങ്ങനെ കുറച്ച് പൈസ കിട്ടണം എന്നുള്ളൊരു മൈൻഡാണ് ആൾക്കാർക്ക്. പക്ഷേ പണ്ട് അങ്ങനെയൊന്നും അല്ല. ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറേ ആൾക്കാർ ജോലിക്ക് വരുന്നുണ്ട്. നമ്മളെ അന്യാട്ടിനൊക്കെ പങ്കാളികളും അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് പോണ ജോലിയാണ് ഇവിടെ ഉള്ള പയ്യന്മാർക്ക്. എന്നിട്ട് പൊതുവേ ഉള്ള പയ്യന്മാർക്ക് ജോലിയില്ല എന്നാണ് പൊതുവേ ഉള്ള സംസാരം. നമുക്ക് ജോലിയില്ല എന്നുള്ളൊരു സംസാരം. പക്ഷെ അത് ഉള്ള ഇഷ്ടംപോലെ ജോലിയുണ്ട്. നമുക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടോ? പറ്റും. ഓക്കേടാ, ആവശ്യം പോലും. ഓക്കെ ചേട്ടാ, ഒരു ക്വസ്റ്റ്യനും കൂടി. ചേട്ടാ വേറെ ഒന്നുമല്ല, ചേട്ടൻ ജീവിക്കുന്ന ഒരു ജീവിതമില്ലേ? അതായത് ചേട്ടൻ ആഗ്രഹിച്ച ജീവിതമാണത്. അതായത് ദൈവം പ്രത്യക്ഷപ്പെട്ട്, ദൈവം ഉണ്ടോ ഇല്ല സെക്കൻഡ് ഫാക്ടർ ആണെങ്കിൽ പോലും ദൈവം പ്രത്യക്ഷപ്പെട്ട് ചേട്ടനോട് ചേട്ടാ ഒരു ആഗ്രഹം പറഞ്ഞാൽ, ഒരു ആഗ്രഹം സാധിച്ചില്ലെന്ന് പറഞ്ഞാൽ ചേട്ടാ ഏത് ആഗ്രഹമായിരിക്കും പറയുന്നത്? എനിക്കങ്ങനെ വലിയ ആഗ്രഹമൊന്നും അങ്ങനെ പ്രത്യേകിച്ചില്ല. ജീവിതം മുന്നോട്ട് പോകാം. നമ്മൾ ജോലി ചെയ്താൽ നമുക്ക് സുഖമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മളിപ്പം എന്താ പറയുക, നമ്മൾ നല്ല രീതിയിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഒരു കടവോ കാവലോ ഒന്നും വരത്തില്ല. അത്രേ ഉള്ളൂ. നമുക്കുള്ള കാര്യം നമ്മൾ ആരെയും ചോദിക്കാതെയും ഒന്നും ചെയ്യാതെ മര്യാദയ്ക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ കാര്യം നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കടവും വരില്ല, ഒരു പ്രാരാബ്ദവും വരില്ല, നമുക്ക് ഒരു വിഷയവും വരത്തില്ല. നമ്മളെ കാര്യം മാത്രം. നമുക്കിപ്പോൾ ഒരു കുടുംബം ഉണ്ടെങ്കിൽ കുടുംബം മുന്നോട്ട് മര്യാദയ്ക്ക് കൊണ്ടുപോവുക, നമ്മുടെ കാര്യം നോക്കി മര്യാദയ്ക്ക് പോവുക. ആരും നമ്മളെ ചോദിക്കാനും വരില്ല. നമ്മളടുത്ത് ആരെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അവരെ അങ്ങോട്ട് പോയി ചിരിച്ച് സംസാരിക്കാം. ചേട്ടാ ഒരൊറ്റ ചോദ്യം നിർത്തിക്കോളാം. അതായത് ചേട്ടനിലെ ജീവിതത്തിൽ നിന്നും തിരികെ പോകത്തില്ലേ? മീൻസ് ജീവിതത്തിൽ മടങ്ങി പോകുമ്പോൾ ഒരു ഓർമ്മ കൊണ്ടുപോകാൻ പറഞ്ഞാൽ എന്ത് ഓർമ്മയായിരിക്കും ചേട്ടൻ്റെ ജീവിതത്തിൽ എടുക്കുന്നത്? എൻ്റെ ജീവിതം തന്നെ എൻ്റെ ഓർമ്മ. ഒരു ഇൻസിഡന്റ് എടുത്താൽ, ഒരു സംഭവം, ഒരു ഇൻസിഡന്റ് എടുത്താൽ പറയാനായിട്ടൊന്നുമില്ല. എല്ലാം ഒരു പാഠമാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പണി കിട്ടുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു പാഠമാണ്. അത് നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീരെന്നുള്ള വിഷയം. അല്ല, ഒരു ഓർമ്മകളില്ല ഓർമ്മകളായിട്ടെന്ന് പറയാനായിട്ടൊന്നുമില്ല. എല്ലാം കഷ്ടപ്പാടിൽ നിന്നാണ് നമ്മൾ മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഓർത്ത് വെക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ആ ഓർമ്മകളൊക്കെ മാറ്റി നമുക്ക് രക്ഷപ്പെടണമെന്നേ ഉള്ളൂ. നമ്മൾ കഷ്ടപ്പെട്ടാണ് ജീവിച്ചു വരുന്നത്. നമ്മൾ എൻ്റെ ഈ പ്രായത്തിൽ എനിക്കിപ്പം 30 വയസ്സാകുമ്പോൾ 29 വയസ്സാകും. ഈ പ്രായത്തിനിടയ്ക്ക് ഒരു 16 വയസ്സ് തൊട്ട് എനിക്ക് മനസ്സിൽ പോലും വിചാരിക്കാത്ത ഓർമ്മകളെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ നമുക്ക് നമ്മുടെ പ്രായങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നമ്മളെ രീതികൾ മാറി പിന്നോട്ടുള്ള ഒരു ഓർമ്മകളും എനിക്ക് വേണ്ട. എനിക്ക് മുന്നോട്ടുള്ള മാത്രം. എന്താണ് വരുന്നതെന്ന് ഒന്നും പറയാനും പറ്റില്ല. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. അപ്പോൾ നമുക്ക് അത് ഒരു ഓർമ്മയായിട്ട് എൻ്റെ ലൈഫിൽ എനിക്ക് ഓർത്ത് വയ്ക്കുന്നത്. എനിക്ക് മുന്നോട്ടുള്ള ജീവിതം മാത്രം എങ്ങനെ പോകും. അപ്പോൾ താങ്ക്സ് ചേട്ടാ. ചാനൽ വരെ കുരിപ്പെന്നാണ്, ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യും.